കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മാങ്ങ ചെമ്മീൻ ചമ്മന്തിയാണ്. ഇത് നമ്മൾ ഓച്ചിറ പേപ്പർ കല്ല് മേടിച്ചു. ആദ്യക്കൂടെ ആ വീഡിയോ ഇട്ട് ആ വീഡിയോ 3 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പം അത്രയും സപ്പോർട്ട് തന്നു. നമ്മളിത് ആ കല്ലിൻ്റെ അകത്താണ് നല്ല വത്തലുമുളക്, അതിൻ്റെ കൂടി ഇച്ചിരി ഉപ്പും കൂടെ ഇടുന്നത് നല്ലതായിട്ട് അരയാൻ വേണ്ടിയാണ്. ഈ വത്തലുമുളകും ഉള്ളിയും കൂടെ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പം പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പം ഇങ്ങനെ അരച്ചെടുക്കുകയാണ്. ഇപ്പം നമുക്ക് ഒത്തിരി ലെന്താകുന്നതുകൊണ്ട് ഞാൻ ഓടിച്ച് വിടുന്നതാണ് പെട്ടെന്ന് അരച്ച്. അപ്പം ഞാനാണ് അരയ്ക്കുന്നത്. ഇന്നെന്നാലും എനിക്ക് നല്ല പണിയാണ്, കൈകഴപ്പായിരിക്കും. എന്നാലും സാരമില്ല, ആഗ്രഹമില്ല. ഇങ്ങനെ കല്ലിലരച്ച് ചമ്മന്തി അരയ്ക്കുന്നത് പ്രത്യേക രുചിയാണ്. നമ്മളിവിടെ അങ്ങനെ അരപ്പേ ഇല്ല, കല്ല് അങ്ങാണ്ട് മാറ്റിയിട്ടേക്കുക. അപ്പം മാങ്ങയും കൂടെ അരച്ച്, അപ്പം ഇങ്ങനെ ഞാൻ മാങ്ങ ഇതിൽ അരയ്ക്കാൻ തുടങ്ങിയപ്പം തൊട്ട് ആദ്യക്കുട്ടൻ അതൊന്ന് പറക്കിത്തീറ്റ് തുടങ്ങി. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ചതച്ച് കഴിഞ്ഞിട്ടേ ഇതിൻ്റെ അകത്ത് ഉപ്പും പുളിയും എരിവും എല്ലാം കൂടി, എന്നിട്ട് ഇതിൻ്റെ ഈ മാങ്ങയുടെ ആ തൊലിവശം ഉണ്ടല്ലോ, അതിങ്ങനെ കിടക്കുന്ന എടുത്ത് കണ്ടോണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമ്മ ഇപ്പറേ വന്നിരുന്നതൊന്ന് പറക്കി കൊടുക്കുന്ന ആദ്യക്കൂട്ടം തിന്നുന്നു. ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് വെച്ച് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് ഈ എഡിറ്റ് ചെയ്യുമ്പം തന്നെ എന്ത് രുചി ഓർത്ത് കൊതി വരിക. ഇത് നമ്മൾ ഇച്ചിരി ദിവസമായി എടുത്ത് വെച്ചിട്ട്. ഇനി നമുക്കിതെല്ലാം അരഞ്ഞല്ലോ, ഇനി തേങ്ങ ഇട്ട് കൊടുക്കാവേ. തേങ്ങ നമുക്ക് ഇട്ട് തേങ്ങ അരയ്ക്കണം. ഇതങ്ങനെ കുഴച്ച് അരയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു ഇച്ചിരി പിരിപിരിപിരിപിരാന്നിരിക്കണം, എന്നാലും അതിങ്ങനെ പൊടിയായിട്ട് വാരി കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ചെമ്മീനും കൂടി ഇട്ട് നല്ല ചതച്ചെടുക്കാം. അപ്പോൾ നല്ല ചതച്ചെടുത്തിട്ട് പൊടിച്ചെടുക്കണം. അമ്മ നല്ല വറുത്ത് തന്ന പൊടിച്ചെമ്മീൻ ആദ്യക്കുട്ടൻ മേടിച്ചുകൊണ്ട് വന്നാൽ, ഇവിടെ സാധനമെല്ലാം മേടിച്ചുകൊണ്ട് വരുന്ന ആദ്യക്കുട്ടനാണ്. അപ്പം നമ്മൾ മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ അറിയത്തുള്ളൂ കടയിൽ നിന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് ചോദിച്ചിട്ട്. ഇതൊന്നും നമ്മൾ പറഞ്ഞു വിട്ടില്ലെങ്കിലും വേണ്ട എന്താണെന്ന് വെച്ചാൽ അവൻ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ അവൻ ആ കടയിൽ പോകുന്നു, സാധനം മേടിക്കുന്നു എല്ലാം. നമുക്കത് വീഡിയോ എടുക്കാൻ അവൻ്റെ ഈ ഫോണും കൂടെ കൊടുത്തു വിടുന്നത് ആവശ്യമില്ലാതെ ഫോൺ ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ല, കൊടുക്കത്തുമില്ല. അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇച്ചിരി നേരം എങ്ങാനും ഇൻസ്റ്റഗ്രാമിൽ കയറി പാട്ടൊക്കെ കേൾക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് ഇനി അത് കൈകൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എന്നാലേ അത് ശരിയാവുകയുള്ളെന്നേ. അപ്പം നമ്മൾ ഉപ്പ് നോക്കിയപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, നമ്മൾ ഉപ്പിട്ടു. ഞാൻ ഈ കല്ലിൻ്റെ അകത്തിട്ട് ഇളക്കിയതാണ്, പക്ഷെ അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞാൽ ഞാനത് പാത്രത്തിൽ ഇട്ട് ഇളക്കി. അത് കഴിഞ്ഞപ്പോഴത്തേന് ആദ്യക്കുട്ടനും അമ്മയ്ക്കും കൊടുത്തു. അവരെന്നാ പറയുന്നതെന്ന് നമുക്ക് നോക്കാവേ. കാണിച്ചു തരുന്നതാണ്. എന്നാലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് കാണുന്നവരെല്ലാം വായിക്കടെ വെള്ളം വരുമെന്ന് ഉറപ്പാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണുക, എന്നിട്ട് എല്ലാവരും കമൻറ്റൊക്കെ ഇടണം കേട്ടോ, എന്നിട്ട് ഷെയർ ചെയ്യണം. നല്ല സൂപ്പർ സാധനം. എന്താ ഇവിടെ ഇരുന്ന് കണ്ടോ, മാങ്ങ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് കരയും ചെയ്യും തിന്നുകയും ചെയ്യും. എങ്ങനെ ഉണ്ടെന്ന് പറ. ഇങ്ങനെ ആദ്യക്കൂട്ടം കഴിച്ചിട്ടില്ലല്ലോ. സത്യസന്ധതയായ മറുപടി പറയുക. നല്ലതാണോ? അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടു? എരു നമുക്ക് വേണമല്ലോ. വേണം. എരുവുണ്ട്, സൂപ്പറാണ്. ആദ്യമായിട്ട് ഇനി നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാവേ. കൈ എത്തുകയല്ല കുട്ടി, അമ്മ ഇവിടെ ഇരിക്കുക. നല്ലതാണോ? സൂപ്പറാണോ? സൂപ്പർ എന്ന് പറയാം ഇങ്ങനെ കൈ കൊണ്ട്. അതികൂടെ എങ്ങനെ സൂപ്പർ എന്ന് പറയുന്ന വായി? ഇനി ഞാൻ തിന്നു നോക്കട്ടെ. ഇവർ രണ്ടുപേരും തിന്നില്ല, ഇനി ഞാൻ തിന്നണം. നമ്മൾ അരച്ച് ചമ്മന്തി കൂട്ടി നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാം. ഈ ചൂടത്ത് നല്ലത് പഴങ്കഞ്ഞി തന്നെയാണ്. എനിക്കും ആദ്യക്കൂട്ടന് ചൂടാക്കി രാവിലെ വെച്ചിട്ട് തണുപ്പിച്ച് തരും. അമ്മയ്ക്ക് മാത്രം അമ്മ തണുത്തും കുടിക്കുവേ. പക്ഷെ ഇത് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ എടുത്ത് വെച്ചേക്കുന്നതാണ്. പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ 3ഉം കൂടെ മിക്സ് ചെയ്യും. പിന്നെ ഇതാ നല്ല മത്തി വറുത്തതും കിരിയാൻ വറുത്തതും ഉണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. എന്തൊക്കെയാണ് എൻ്റെ അച്ചാർ, സാമ്പാർ, നമ്മുടെ ചമ്മന്തി, തൈര്, കാന്താരിമുളക്, നെല്ലിക്ക എല്ലാം കൂടെ ഇട്ട് ഇളക്കി നല്ല അടിപൊളിയാക്കി. ഇനി ആദ്യക്കൂട്ടന് കൊടുക്കാവേ. നമ്മൾ വെളിയിലായിരിക്കുന്നത്, ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇത്രയും ചൂടാണ്, നാട്ടിൻപുറത്തെ അവസ്ഥ എന്തായിരിക്കും ഓർക്കാൻ വയ്യ. അപ്പം നമ്മൾ ഇനിയും ഈ തണുത്ത പഴങ്കഞ്ഞി അങ്ങോട്ട് കുടിക്കണം, നല്ല തണുക്കാൻ.